പക്ഷെ അത് നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വിഷമമായിടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല നിനക്ക് വിഷമമായെന്ന് എനിക്കറിയാം, ആ സിനിമ ഇറങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാവും, അത് മാറ്റിയൊക്കെ ചെയ്യടോ എന്ന് സാർ നമുക്ക് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അന്ന് ഞാൻ ഹ്യൂമർ ചെയ്തിരുന്നെങ്കിൽ സാധാ ഒരു സ്ഥിരം ചെയ്തുകൊണ്ട് വരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. എന്നാ മാറ്റി ചിന്തിക്കാൻ അത് ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് ചിരിക്കുക പോലും ചെയ്യില്ലെന്നോ, എൻ്റെ പല്ല് പോലും വെളി കാണിക്കരുന്നോ. അത് ഇപ്പം ഞാനിപ്പോൾ ഈ സംഭവം ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു ആക്ടറാണ് ചെയ്യാനിരുന്നത് എൻ്റെ ക്യാരക്ടർ, ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ എന്തോ സംഭവം കൊണ്ട് അദ്ദേഹം മാറി, അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് മാറി. അപ്പോൾ എനിക്ക് ദൈവാനുഗ്രഹം എൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്ന സ്ക്രിപ്റ്റും കഥ പറഞ്ഞ സ്ക്രിപ്റ്റും രണ്ടാമത് എനിക്ക് സ്ക്രിപ്റ്റ് മാറ്റി തന്നതും റീറൈറ്റ് ചെയ്തതും അതിൻ്റെ വ്യത്യാസങ്ങൾ. അപ്പോൾ എനിക്ക് കുറച്ച് ഹ്യൂമറൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സീനിൽ ഞാൻ മമ്മൂക്ക അങ്ങോട്ട് അഭിനയിച്ചിരുന്ന സമയത്ത് ഞാൻ ഹ്യൂമർ പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു എന്താ അതെങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ സ്ക്രിപ്റ്റിലുള്ളതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പഠിച്ച് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കോമഡി എന്തോ സംഭവം എന്താ എന്ന് പറഞ്ഞാൽ റൈറ്ററിനെ വിളിക്കാൻ ഷാബിയെ വിളിച്ചു. എന്താ സംഭവം? അല്ലാതെ അസീസൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് ഹ്യൂമർ കഴിഞ്ഞു. എന്താണോ അവനൊന്ന് മാറ്റി ചിന്തിക്കാൻ മാറ്റി ചെയ്യാൻ വേണ്ടി നോക്കൂ എന്നൊക്കെ പറഞ്ഞു, സാറ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഹ്യൂമറായപ്പോൾ എനിക്ക് രസമുണ്ടായിരുന്നു ചിരിക്കാൻ. എൻ്റെ രക്തത്തിൽ കിടക്കുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ അത് നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വിഷമമായിടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല നിനക്ക് വിഷമമായെന്ന് എനിക്കറിയാം, ആ സിനിമ ഇറങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാവും, അത് മാറ്റിയൊക്കെ ചെയ്യടോ എന്ന് സാർ നമുക്ക് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അന്ന് ഞാൻ ഹ്യൂമർ ചെയ്തിരുന്നെങ്കിൽ സാധാ ഒരു സ്ഥിരം ചെയ്തുകൊണ്ട് വരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. എന്നാ മാറ്റി ചിന്തിക്കാൻ അത് ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് ചിരിക്കുക പോലും ചെയ്യില്ലെന്നോ, എൻ്റെ പല്ല് പോലും വെളി കാണിക്കരുന്നോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോയി. അതെ, ആ ഒരു വെയിറ്റ് അതിൽ ഫീൽ ചെയ്യുന്നു. തുടക്കത്തിൽ മുതൽ അയാളുടെ കുറ്റം ആരോപിക്കപ്പെടുന്നത് മുതൽ അയാള് മിഷൻ സക്സസ് ആവുന്നത് വരെ അയാളില് അത് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നത്. അത് സത്യം. നമുക്ക് പിന്നെ രണ്ടാമത് ഇപ്പൊ പറഞ്ഞില്ല, നമ്മളൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയാലും ഒരിക്കലും നമുക്ക് ആ സിനിമ നന്നാക്കാൻ പറ്റും. ഇപ്പോ മമ്മൂക്ക, ഞാന്, ശബരീഷ്, റോണിച്ചേട്ടൻ എല്ലാവരും എൻ്റെ ജീവിതത്തിൽ പോലും കിടക്കുന്നില്ലാത്ത ഹോട്ടലിലൊക്കെയാണ് മമ്മൂക്ക കൊണ്ട് കിടത്തിയത്. കാരണം നമ്മൾ പിരിഞ്ഞു പോകുന്നത് കിടക്കാൻ വേണ്ടി മാത്രം. ബാക്കി എപ്പോഴും ഡയറക്ടർ റോബി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ 4 പേരെ കാണുമ്പോൾ ഒറിജിനൽ സ്കോഡ് പോലെ ഫീൽ ചെയ്യും. കാരണം എപ്പോഴും മമ്മൂക്കാരുടെ കൂടെ തന്നെ അങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകാൻ അല്ലെങ്കിൽ പുള്ളിയോടുള്ള പേടി മാറ്റാൻ വേണ്ടി പുള്ളി നമ്മളെ കൊണ്ട് തന്നെ നടക്കും. എവിടെ പോയാലും കൊണ്ട് നടക്കും. ഷൂട്ടിന് പോയാലും മമ്മൂക്കാരുടെ വണ്ടിയിലാണ് പോകുന്നത്, തിരിച്ചു വരുന്നത്. നമുക്ക് പുള്ളിക്ക് ഷൂട്ട് ചെയ്താലും നമുക്ക് തീരുന്നത് വരെ പുള്ളി വെയിറ്റ് ചെയ്യും. അതൊക്കെ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് സംഭവിച്ചത് സംഭവം. അല്ലെങ്കിൽ തേക്കിന് തൊട്ട് മുമ്പ് 11 മണി വന്നിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിറയ്ക്കും എന്ന് പറഞ്ഞു.